ഇന്ന് നാരായണീയം ഒന്നാമത്തെ ദശകത്തിലെ 6-ാമത്തെ ശ്ലോകമാണ് പറയാൻ പോണത്. എല്ലാവരും ഇത് കേട്ട് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ഒന്ന് ചൊല്ലി നോക്കും കൂടിയും വേണ്ടതാണ്. എന്നാലേ എന്നോട് അവരവർക്ക് അതിൻ്റെ അർത്ഥത്തോട് കൂടിയിട്ട് ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ അർത്ഥബോധം ഒന്നും കൂടി ഉണ്ടാവും. സ്വയം ഒന്ന് ശ്ലോകം ചൊല്ലി നോക്കേണ്ടതാണ്. തത്തേ പ്രത്യഗ്രധാരാധര ലളിതകളായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുഹൃതിജനദൃശം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനം അമൃതസ്യന്ത സന്തോഹമന്ദസിഞ്ചൽ സഞ്ചിന്തഗാനം വപുരനുകലയേ മാരുതാകാരനാഥ. ഇനി ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള രൂപം മനസ്സിൽ ധരിക്കുകയാണ്. തേ വപുഹു, അങ്ങയുടെ ശരീരത്തെ അനുകലയെ ഞാൻ ഉള്ളിൽ ചിന്തിക്കുന്നു, മനസ്സിൽ ധ്യാനിക്കുന്നു എന്ന് പറയാണ്. ബാക്കിയൊക്കെ ആ ഒരു വപുസിൻ്റെ വപുഹു എന്ന് വെച്ചാൽ ശരീരം, ആ ശരീരത്തിൻ്റെ വിശേഷണങ്ങളാണ് ബാക്കിയൊക്കെ പറയണത്. ബാക്കിയുള്ള പദങ്ങളൊക്കെ ഒരുവിധം അങ്ങനെ വപുസിൻ്റെ ശരീരത്തിൻ്റെ വിശേഷണങ്ങളായിട്ട് വരും. പ്രത്യഗ്രധാരാധര ലളിത കളായാവലീ കേളികാരം, അത് പ്രത്യഗ്രമായിട്ടുള്ള പുതിയതായിട്ടുള്ള പ്രത്യഗ്ര ധാരാധരം. ധാരാധരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേഘം, ധാരകളെ ധരിക്കുന്നത് മേഘം, ധാരകളെ വർഷത്തെ ധരിക്കുന്നത് മേഘം. പ്രത്യഗ്രധാരാധരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ടുള്ള മേഘം, പുതിയതായിട്ടുള്ള മേഘം. എങ്ങനെ ധാരാധര, പിന്നെ ലളിത കളായാവലി കേളികാരം, കളായാവലി കളായ പുഷ്പങ്ങളുടെ കേളിയെ വഹിക്കുന്നത്, കളായ പുഷ്പങ്ങളെ പോലെ മനോഹരമായിട്ടുള്ളത്, അതിൻ്റെ ലീലയെ ധരിക്കുന്നത്. കളായാവലി ലളിത മനോഹരമായിട്ടുള്ള കളായ പുഷ്പങ്ങളുടെ, ആവലി എന്ന് പറഞ്ഞാൽ നിര, കളായ പുഷ്പങ്ങളുടെ നിരയെ പോലെയുള്ളതായിട്ടുള്ള കേളി, അതിൻ്റെ ലീലയോട് കൂടിയത്, കേളികാരം ലീലയെ വഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതുപോലെ മനോഹരമായിട്ടുള്ളത്. പുതിയതായിട്ടുള്ള മേഘത്തിൻ്റെയും കളായ പുഷ്പങ്ങളുടെയും, മനോഹരങ്ങളായ കളായ പുഷ്പങ്ങളുടെയും രണ്ടും കറുത്ത നിറത്തിലുള്ളതാണ്. അപ്പോൾ അതുപോലെയുള്ളതായിട്ടുള്ള ശോഭയെ വഹിക്കുന്നത് എന്നർത്ഥം. അങ്ങനെയുള്ളതായിട്ടുള്ള ശരീരം. പിന്നെ ലാവണ്യസ്യ ഇകസാരം, ലാവണ്യം എന്ന് വെച്ചാൽ മനോഹാരിത, മനോഹാരിതയുടെ ഏകമായിട്ടുള്ള സാരം, അതായത് പരിപൂർണമായിട്ടുള്ളതായിട്ടുള്ള എസെൻസ്, സാരം വെച്ചാൽ എസെൻസ് തന്നെ. ആ ലാവണ്യത്തിൻ്റെ സത്ത് ആയിട്ടുള്ള, അതിൻ്റെ എസെൻസ് ആയിട്ടുള്ള ലാവണ്യസ്യ ഏകസാരം, അതിൻ്റെ മുഴുവനും എല്ലാ ലാവണ്യവും ഒന്നിച്ചു ചേർന്ന് ഇവിടെ ഉണ്ടാക്കിയതാണോ എന്ന് തോന്നുമാറുള്ളത്. ലാവണ്യസ്യ ഏകസാരം സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം. സുകൃതി ജനദൃശാം, സുകൃതികളായിട്ടുള്ള ആളുകൾ, സുകൃതി ജനങ്ങൾ, സുകൃതം ചെയ്തിട്ടുള്ളതായിട്ടുള്ള ആളുകൾ, ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ. ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്മ ചെയ്തതുകൊണ്ട് ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള ഭാഗ്യം, നന്മ ധാരാളം, ഭഗവത് ഭക്തി ധാരാളം ഉണ്ടായിട്ട് ജീവിതത്തിൽ നന്മ മാത്രം ചെയ്തതായിട്ടുള്ള സുഹൃതികൾ, അങ്ങനെയുള്ളതായിട്ടുള്ള സുഹൃതികളുടെ ദൃശാം, കണ്ണുകളുടെ പൂർണ്ണ പുണ്യാവതാരം, പൂർണ്ണമായിട്ടുള്ള പുണ്യം, അവരെന്തെല്ലാം പുണ്യം സമ്പാദിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ളതായിട്ടുള്ള ദൃക്കുകളോട് കൂടിയവർ, അവരുടെ പൂർണ്ണ സുഹൃതികളായിട്ടുള്ള ജനങ്ങൾക്ക് എന്തെല്ലാം പുണ്യം അവർ സമ്പാദിച്ചിട്ടുണ്ടോ, പൂർണ്ണ പുണ്യാവതാരം, ആ പുണ്യങ്ങൾ മുഴുവൻ ഒന്നിച്ചു ചേർന്ന് അവതരിച്ചതാണോ ഈ ദൃക്കുകൾക്ക്, ഈ കണ്ണുകൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് നോക്കി കാണാൻ വേണ്ടിയിട്ട് അവരുടെ മുഴുവൻ പുണ്യം ഒന്നിച്ച് അവതരിച്ചു വന്നതാണോ എന്ന് തോന്നുമാറുള്ളതായിട്ടുള്ള അങ്ങയുടെ ശരീരത്തിൻ്റെ വിശേഷണമാണതും. സുകൃതി ജനദൃശാം, സുകൃതികളായിട്ടുള്ള ജനങ്ങളുടെ കണ്ണുകൾക്ക് അവരുടെ കണ്ണുകളുടെ പുണ്യം, ആ കണ്ണുകൾക്ക് പുണ്യം ഉണ്ടായതുകൊണ്ടാണല്ലോ ആ കണ്ണുകൾക്ക് കാണാൻ സാധിക്കണത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഭഗവാന്റെ രൂപം കാണാൻ സാധിക്കണത് അതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ പുണ്യവാന്മാരുടെ നേത്രങ്ങളുടെ പുണ്യം മുഴുവൻ ഒന്നിച്ചു ചേർന്ന് ഉണ്ടായതാണോ
അവതരിച്ചതാണോ എന്ന് തോന്നുമാറുള്ളതായിട്ടുള്ള അങ്ങയുടെ ശരീരം, പൂർണ്ണ പുണ്യാവതാരം, ലക്ഷ്മീ നിശങ്കലീലാനിലയനം, ലക്ഷ്മി ഭഗവതിയുടെ നിശങ്കമായിട്ടുള്ളതായിട്ടുള്ള ലീലയ്ക്ക് വാസസ്ഥാനമായിട്ടുള്ള ലക്ഷ്മി ദേവി ഭഗവതി, ലക്ഷ്മി ഭഗവതി, ശ്രീ ഭഗവതി അദ്ദേഹത്തിൻ്റെ മാറത്ത്, ഭഗവാന്റെ മാറത്ത് കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം ഐശ്വര്യപൂർണമാണ് ഭഗവാന്റെ ശരീരം എന്ന് സാരം. ഭഗവാന്റെ ശരീരത്തിൽ ലക്ഷ്മി ഭഗവതിക്ക് കഴിക്കാനായിട്ട് യാതൊരു ശങ്കയില്ല. ലക്ഷ്മി നിശങ്കലീലാനിലയനം, നിശങ്കമായിട്ടുള്ള ഒരു ഭയം കൂടാതെ കണ്ട് വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി ലക്ഷ്മി ഭഗവതി അദ്ദേഹത്തിൻ്റെ വക്ഷസിൽ കടന്ന് കളിക്കുന്നു, ലീലകൾ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മാറത്ത് എപ്പോഴും ലക്ഷ്മി ഭഗവതി വസിക്കുന്നു എന്നാണല്ലോ. അപ്പം അങ്ങനെ ലക്ഷ്മി ഭഗവതിയുടെ ലീലയ്ക്കുള്ളതായിട്ടുള്ള വാസസ്ഥാനമായിട്ടുള്ള ലക്ഷ്മി നിശങ്കലീലാനിലയനം അമൃതസ്യന്ത സന്തോഹം അന്തസിഞ്ചൽ സഞ്ചിന്തകാനാം, സഞ്ചിന്തകാനാം അന്തഃ, സഞ്ചിന്തകന്മാർ, അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴും മനനം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരെ ഭഗവാനെക്കുറിച്ച് തന്നെ എപ്പോഴും മനനം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, ഭഗവാൻ ഭക്തിയിൽ ലയിച്ച് ഭഗവാൻ രൂപത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് സഞ്ചിന്തകാനാം, അദ്ദേഹത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നവർക്ക് അവരുടെ അന്തഃ, ഉള്ളിൽ, അന്തഃ അവരുടെ ഹൃദയത്തിൽ ഭഗവത് ഭക്തി നിറഞ്ഞതായിട്ടുള്ള ആളുകളുടെ ഹൃദയത്തിൽ അന്തഃ അമൃതസ്യന്ത സന്തോഹം സിഞ്ചൽ, അമൃതസ്യന്ത സന്തോഹം, അമൃതത്തിൻ്റെ അമൃതരസം, അമൃതരസം പോലെ. എന്താണ് അമൃതരസം? ഇവിടെ ആനന്ദം, പരമാനന്ദം. അതായത് ഭഗവാനെ ദർശിക്കുന്നത് കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ഭഗവാന്റെ ചിന്ത കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള പരമാനന്ദം. ആ പരമാനന്ദമാകുന്ന പീയൂഷരസം, പീയൂഷം ച അമൃതം, ആ ആനന്ദം തന്നെയാണ് ഇവിടെ പീയൂഷം, അമൃത് എന്ന് പറയുകയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള പരമാനന്ദം തന്നെ ആയിട്ടുള്ളതായിട്ടുള്ള പീയൂഷരസത്തെ, അമൃതരസത്തെ, അതിൻ്റെ സന്തോഷം, അതിൻ്റെ ധാരാളമായിട്ടുള്ളതായിട്ടുള്ള വർദ്ധിച്ചതായിട്ടുള്ള അവസ്ഥ, അതിനെ അന്തസിഞ്ചൽ, ഉള്ളിൽ സിഞ്ചത് വർഷിച്ചുകൊണ്ട് നനയ്ക്കുക. ഉള്ളിലിങ്ങനെ എപ്പോഴും ഈ അമൃതരസം നനച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാന്റെ രൂപം എന്നാണ്. ഭഗവത് ഭക്തന്മാരായിട്ടുള്ള ആളുകളുടെ ഉള്ളിൽ, ഭഗവാനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകളുടെ ഉള്ളിൽ എപ്പോഴും പരമാനന്ദമാകുന്ന അമൃതരസം അതിങ്ങനെ ഉള്ളിൽ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ നനച്ചുകൊണ്ടിരിക്കുകയാണ്, ഹൃദയത്തിനെ എപ്പോഴും നനച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ രൂപം. അതായത് ഈ പരമാനന്ദം വർഷിച്ചുകൊണ്ട് ആ കുളിർമ ഉണ്ടാക്കി കൊടുക്കണു അവരുടെയൊക്കെ മനസ്സിന്, ഹൃദയത്തിന്. അങ്ങനെയുള്ളത് സഞ്ചിന്തകാനാം അന്തഃ പരമാനന്ദ സന്തോഷം, അമൃതമാകുന്ന രസത്തിൻ്റെ, അതായത് അമൃതമാകുന്ന രസത്തിൻ്റെ കൂട്ടം, ധാരാളമായിട്ടുള്ളതായിട്ടുള്ള വർഷം ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വപുഹു, അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങയുടെ ശരീരത്തെ അനുകലയേ ഞാൻ ഇതാ ധ്യാനിക്കുന്നു, ചിന്തിക്കുന്നു. മാരുതാകാരനാഥ അല്ലയോ, സംബോധനയാണ്. മാരുതാകാരനാഥ അല്ലയോ, ഗുരുവായൂരത്തിലെ നാഥനായിട്ടുള്ള ഭഗവാനെ, ഗുരുവായൂരേശ, ഞാൻ അങ്ങയുടെ ആ മനോഹരമായിട്ടുള്ള രൂപത്തെ ഉള്ളിൽ സദാ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞു. തത്തേ പ്രത്യഗ്രധാരാധര ലളിതകളായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുഹൃതിജനദൃശം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനം അമൃതസ്യന്ത സന്തോഹമന്തസിഞ്ചൽ സഞ്ചിന്തകാനം വപുരനുകലയേ മാരുതാകാരനാഥ.